ഈ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകുന്ന പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. സംഭവം കേരളത്തിൽ മാത്രമേ സജീവമായിട്ടുള്ളൂ എങ്കിലും ഓരോ കോൺഗ്രസ് പ്രവർത്തകർ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി പണിയെടുക്കുന്ന ആത്മാർത്ഥതയുള്ളവരാണ് അവർ. അവരെയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ അപമാനിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിറ്റിയാണ് അവരുടെ പതാക. ആ പതാക പുറത്തു കാണിക്കരുതെന്നുള്ള കർശന നിർദ്ദേശമായിരുന്നു വയനാട്ടിൽ മുസ്ലിം ലീഗുകാർക്ക് കിട്ടിയത്. അതിൻ്റെ പ്രതിഷേധം ലീഗിലെ പല പ്രവർത്തകരും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. കൂടെ നിൽക്കുന്ന ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് മിടുക്ക് കാണിച്ചപ്പോൾ കൂടെ നിന്ന് ഒരുത്തൻ ചാടിപ്പോകുന്ന കാഴ്ചയാണ് ഉത്തരേന്ത്യയിൽ കാണാൻ കഴിഞ്ഞത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെയേറെ പ്രതീക്ഷ വച്ചിരുന്ന കോൺഗ്രസിൻ്റെ മുന്നണി പോരാളി കാവ്യ കൂടാരത്തിൽ കയറി വാതിലടച്ചു. പ്രശസ്ത ബോക്സറും ഒളിമ്പിക് മെഡൽ ജേതാവുമായ വിജേന്ദർ സിംഗാണ് BJPയിൽ ചേർന്നത്. രാവിലെ ഉറക്കമെഴുന്നേറ്റ് വിജേന്ദർ സിംഗ് നേരെ BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൗത്ത് ഡൽഹി മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ വള്ളി പൊട്ടിച്ചോടി BJP പാളയത്തിൽ ചെന്ന് കയറിയത്. ഉത്തർപ്രദേശിലെ മധുര ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയും നടിയുമായ ഹേംമാലിനിക്കെതിരെ വിജേന്ദർ സിംഗിനെ മത്സരത്തിനിറക്കാൻ കോൺഗ്രസിൽ ചർച്ചകൾ നടന്നു വരികയായിരുന്നു. ഇതിനിടെയാണ് താരത്തിൻ്റെ അപ്രതീക്ഷിത കൂടുമാറ്റം സംഭവിച്ചിരിക്കുന്നത്. ജാട്ട് സമുദായത്തിൽ നിന്നുള്ള വിജേന്ദറിനെ ഏത് വിധേനയും പാർട്ടിയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു BJPയുടെ ലക്ഷ്യം. വിജേന്ദർ പാർട്ടിയിലെത്തിയാൽ അത് മുതൽക്കൂട്ടാകുമെന്ന് BJP കരുതിയിരുന്നു എന്നുള്ള സൂചനകളും നേരത്തെ പുറത്തു വന്നിരുന്നു. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ജേതാവായിരുന്നു വിജേന്ദർ. മാത്രമല്ല 2009 ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡലും വിജേന്ദർ നേടിയിരുന്നു. കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ് മെഡലുകളും നേടിയിട്ടുണ്ട്. സ്വാഭാവികമായി ദേശീയവാദികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി കൂടിയാണ് വിജേന്ദർ. എന്നാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ BJPക്കെതിരെയും വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെയും നിരന്തരം നിലപാടുകൾ പറഞ്ഞിരുന്ന ആളാണ് അദ്ദേഹം. BJPയെ പരസ്യമായി വിമർശിക്കാൻ ഏതൊരു മടിയും കാണിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും BJPയിലേക്ക് പോകില്ലെന്ന് തന്നെ എല്ലാവരും കരുതിയിരുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലും പങ്കുചേർന്നിരുന്ന വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം എന്നുകൂടി ഓർക്കണം. എന്നാൽ നമ്മളൊന്ന് കരുതുന്നു, ദൈവം മറ്റൊന്ന് നടപ്പിലാക്കുന്നു എന്നല്ലേ പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ നടന്നു.